ഇന്ന് നമ്മൾ ഇരുട്ടി വരെ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ ഉപ്പാൻ്റെ കൂടെ വന്നിട്ടാണുള്ളത്. അപ്പോൾ നമ്മളിവിടുന്ന് ഉച്ച ടൈം ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ. പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞാനത് ഇങ്ങനത്തെ ഫ്രൈഡ് റൈസ് ഐറ്റംസ് ഒക്കെയാണ് ഓർഡർ ചെയ്യാറുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തി പോലത്തെ ഓർഡർ ചെയ്യും. ഞാൻ എന്താണോ ഓർഡർ ചെയ്തത് അത് തന്നെയാണ് എമ്മൂസും കഴിക്കാറുള്ളത്. ഓന് ഫസ്റ്റ് ചോദിക്കും ഉമ്മാച്ചെന്നാ ഓർഡർ ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ അതായിരിക്കും എനിക്ക് വേണ്ടത്. ഉമ്മയും ഉപ്പിയും നെയ്ച്ചോറും മീൻ കറിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്വാണ്ടിറ്റി കുറച്ച് കുറവാണെങ്കിലും നല്ല ടേസ്റ്റ് നല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ചിക്കൻ പൊരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. സാധാരണ പൊരിച്ചിട്ടല്ല ചില സ്ഥലത്ത് ഉണ്ടാകാറുള്ളത് ഫ്രൈഡ് റൈസിൽ. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല ഡ്രൈ ആയിട്ട് എല്ലാം മിക്സഡ് ആയിട്ട് നല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എമ്മോക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓനക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഓന് കഴിക്കും. ഓനക്ക് പറ്റിയതാണെങ്കിലേ കഴിക്കും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ബാക്കി വെക്കും കേട്ടോ. അപ്പോൾ എമ്മോക്ക് ലൈമ് വേണമെന്ന് പറഞ്ഞിട്ട് ലൈമ് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. തണുപ്പായതുകൊണ്ട് ഉപ്പ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തില്ല. അപ്പോൾ തന്നെ വാശി പിടിച്ചിട്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എമ്മും കൂടിയിട്ട് ഐസ്ക്രീം ഷെയർ ചെയ്തിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഷെയർ ചെയ്തിട്ട് കഴിക്കാറ് തന്നെയാണ് പതിവ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് കണ്ണൂരേക്കാണ് കേട്ടോ. ഇവിടുന്ന് കഴിഞ്ഞ് കുറച്ച് ലോങ് ഉണ്ട്. ഇവിടുന്ന് ഇരിട്ടിയിൽ നിന്ന് കണ്ണൂരേക്ക് നല്ല ലോങ് ഉണ്ട്. നമ്മളധികം പോകുന്നതുകൊണ്ട് എനിക്ക് അത്ര ലോങ് ആയിട്ട് തോന്നാറില്ല. ഉപ്പാൻ്റെ ഷോപ്പിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണൂരേക്ക് പോകുന്നത്. നല്ല ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പാക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് ഇഷ്ടമല്ല. നമ്മളൊക്കെ കൂട്ടിയിട്ടാണ് പണ്ടേ ചെറുതിലേ പോകാറുള്ളത്. അപ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങി തിരിച്ച് വരുന്ന വഴി നമ്മൾ മെയിൻ സ്പോട്ടായ നമ്മളെ കാട കിട്ടുന്ന റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ടുണ്ട്. കാടയും നമ്മളെ നെയ്പ്പത്തിരിയും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ കാട. ഞാനൊരു ടൈമിൽ ഞാനന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റേ കൊത്തു പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് പാളിപ്പോയ കഥ. അതത്ര പോയായിരുന്നു. ഇവിടെ മെയിൻ എന്ന് പറയുന്നത് കാട ഫ്രൈ ആണ് കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റാണ്. മറ്റുള്ള റെസ്റ്റോറൻറ്റിലൊന്നും ഞാൻ കഴിച്ചിട്ട് ഈ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാടേനെ മെയിൻ കഴിക്കാറുള്ളത്. ഇതിന് മുന്നേ ഇവരെ പണ്ട് മുതലേ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ അധികം കഴിക്കാറുള്ളത് കേട്ടോ. മെയിൻ കാട വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എമൂസ് അതിൻ്റെ കൂടെ ലൈമും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ കൂട്ടാനും മറക്കലേ. ബൈ ബൈ.